മനുഷ്യരാരാധിക്കുന്നു. കിഡ്നി വീക്കാകുന്നവരെ മനുഷ്യരാരാധിക്കുന്നു. 96ാമത്തെ വയസ്സിലെ ഞാൻ മരിക്കൂ എന്ന് പറഞ്ഞിട്ട് ആ പ്രവചനം പോലും പുലരാത്ത മനുഷ്യരെ ആരാധിക്കുന്നു. എന്റെ മുന്നിലും എന്റെ പിന്നിലും എന്റെ വലതുഭാഗത്തും എന്റെ ഇടതുഭാഗത്തും സായിബാബ ഉണ്ടാകുമെന്ന് വിശ്വസിച്ച VR കൃഷ്ണയ്യർക്ക് സങ്കടപ്പെടേണ്ടി വരുന്നു. APJ അബ്ദുൽ കലാമിന് കിട്ടാവിനെ അറിയാതെ പോകുന്നു. തനിക്ക് കണ്ണ് നൽകിയ, തനിക്ക് കാല് നൽകിയ, തനിക്ക് ചിന്തിക്കാൻ അവയവം നൽകിയ, തന്റെ സെറിബ്രം നൽകിയ, സെറിബെല്ലം നൽകിയ 200 കോടി ബൃഹത് ഗ്രന്ഥങ്ങളുടെ വിജ്ഞാനം സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി നൽകിയ, തലച്ചോറിനെ സംവിധാനിച്ച, ആന്തരിക അവയവങ്ങളെ സംവിധാനിച്ച, പിടിക്കാനുള്ള കൈ നൽകിയ, നടക്കാനുള്ള കാല് നൽകിയ, അങ്ങനെ അങ്ങനെ എന്തൊക്കെയുണ്ടോ അതൊക്കെ നൽകിയ അള്ളാഹുവിനെ മറക്കുകയാണ് മനുഷ്യന്മാർ. രാഷ്ട്രപതിമാരാ കൂട്ടത്തിലുണ്ട്, പ്രധാനമന്ത്രിമാരാ കൂട്ടത്തിലുണ്ട്, നയതന്ത്രജ്ഞന്മാരാ കൂട്ടത്തിലുണ്ട്, കോടീശ്വരന്മാർ ആ കൂട്ടത്തിലുണ്ട്, സച്ചിൻ തെണ്ടുൽക്കർമാർ ആ കൂട്ടത്തിലുണ്ട്, ജഡ്ജിമാർ ആ കൂട്ടത്തിലുണ്ട്, രാഷ്ട്രപിതാക്കന്മാർ ആ കൂട്ടത്തിലുണ്ട്. അവിടെയോടൊക്കെ ഇസ്ലാമിന്, ഖുർആനിന് പറയാനുണ്ട് ഏറെ കാര്യങ്ങൾ. വിശുദ്ധ ഖുർആൻ ഒരു കേവല പാരായണ ഗ്രന്ഥമല്ല, ഒരു ജനപദത്തിന്റെ ഗ്രന്ഥമല്ല, ലോകത്തിന്റെ ഗ്രന്ഥമാണത്. ലോക സിട്ടാവ് അവതരിപ്പിച്ച ഗ്രന്ഥമാണത്. മുഹമ്മദ് നബിയുടെ രചനയല്ല അത്. മനുഷ്യ ജീവിതത്തിലേക്ക് ചൂഴി നിൽക്കുന്ന ഗ്രന്ഥമാണത്. അവനെ തട്ടിയുണർത്തി, അവനെ ചിന്തിപ്പിച്ച് 78 സ്ഥലങ്ങളിലാണ് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിച്ചിട്ടുള്ളത്. 78 സ്ഥലങ്ങളിൽ, 17 സ്ഥലങ്ങളിൽ ഉലായിക്കഹും ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, മനുഷ്യരിലെ ഭൂരിപക്ഷം ആളുകൾ അറിയാൻ ശ്രമിക്കുകയില്ല. 30-ാം അധ്യായം 30-ാമത്തെ വചനമാണ്. ഇന്ന ശർറദ് ദവാബി ഇൻദല്ലാഹ് അസുമ്മും ബുക്കുമുൽ ലദീന ലാ യഅഖിലൂൻ, വല്ലാത്ത വാക്കുകൾ. 8-ാം അധ്യായം 22-ാമത്തെ വചനം. ദൈവത്തിന്റെ അടുത്ത്, അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും നികൃഷ്ടനാരാൻ അറിയണം, നാം മനസ്സിലാക്കണം. ഏറ്റവും നികൃഷ്ടൻ അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും മോശക്കാരൻ, ബ്ലൈൻഡ് ആൻഡ് മ്യൂട്ടുള്ള, അന്ധതയും ബധിരതയും മൂകതയുമുള്ള. കണ്ണുണ്ട്, കാണേണ്ടത് കണ്ടില്ല. കാതുണ്ട്, കേൾക്കേണ്ടത് കേട്ടില്ല. ഹൃദയമുണ്ട്, ചിന്തിക്കേണ്ടത് ചിന്തിച്ചില്ല. അങ്ങനെയുള്ളവൻ അള്ളാഹുവിന്റെ അടുത്ത് വെറുക്കപ്പെട്ടവനാണ്. അഥവാ ഖുർആനിലെ 8-ാം അധ്യായം 22-ാമത്തെ വചനം അത് പറയുന്നത് മനുഷ്യൻ കണ്ണുകൊണ്ട് കാണേണ്ടത് കാണണം, അതെ, കാതുകൊണ്ട് കേട്ട് നല്ലത് പഠിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം 36-ൽ പറഞ്ഞത്, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിനക്കറിവില്ലാത്തതിന്റെ പിന്നാലെ നീ പോകരുത്. വിഗ്രഹാരാധന ശരിയോ തെറ്റോ പഠിക്കേണ്ടതാണ്. ഖബറാരാധന ശരിയോ തെറ്റോ പഠിക്കേണ്ടതാണ്. താരാരാധന ശരിയോ തെറ്റോ പഠിക്കേണ്ടതാണ്. വീരാരാധന ശരിയോ തെറ്റോ പഠിക്കേണ്ടതാണ്. മനുഷ്യ ദൈവങ്ങളെ സങ്കല്പിച്ചാരാധിക്കൽ ശരിയോ തെറ്റോ പഠിക്കേണ്ടതാണ്. അല്ലെങ്കിലോ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ, ബാല, സുരേന്ദ്ര, ദേവകി, ദമയന്തി, ഭാസ്കര, ശ്രീരാമ, ശ്രീകൃഷ്ണ, എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു, നിന്റെ കേൾവി, നിന്റെ കാഴ്ച, നിന്റെ ചിന്താശക്തി ആകാശഭൂമികളെ സൃഷ്ടിച്ച തമ്പുരാന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. അല്ലേ? സായിബാബ മരിച്ചപ്പോ എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന അല്പം ചിന്തകളാണ് തുടക്കത്തിൽ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുന്നത്. സ്വന്തം കിഡ്നി, 130 ഗ്രാം ഭാരമുള്ള കിഡ്നി, അത് വീക്കായത് അറിയാൻ സാധിച്ചില്ല. ശ്വാസകോശത്തിന്റെ പഴുപ്പ് കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല. സ്വന്തത്തെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. രോഗത്തെ തടുക്കാൻ സാധിച്ചില്ല. മരണത്തെ തടുക്കാൻ സാധിച്ചില്ല. യംലികൂന മൗതൻ, അതേ മൗത്തിനെ വിധേയപ്പെടുത്താൻ, അതേ ഹയാത്ത ജീവിതത്തെ അധീനപ്പെടുത്താൻ, അതുപോലെ ഉയർത്തെഴുന്നേൽപ്പിന് നാളിനെ പ്രവചിക്കാൻ സാധിക്കാത്ത മനുഷ്യർ. വല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ് ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യഖ്ലുഖൂൻ അംവാതുൻ ഗൈറു അഹ്യാഇൻ വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. പ്രൗഢമാണ് ഈ വചനം. ഖുർആനിലെ 16-ാം അധ്യായം 21-22 വചനങ്ങൾ. അവിടെ അല്ലാഹ് പറയുകയാണ്, അല്ലാഹുവിന് പുറമെ, ലോകസിട്ടാവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ശക്തികൾ, അതാരുമാവാം,
അവർ സൃഷ്ടികളാണ്, അല്ലേ? അവരൊക്കെ സൃഷ്ടികളാണ്. യേശുക്രിസ്തു സൃഷ്ടിയാൻ, ശ്രീരാമൻ സൃഷ്ടിയാൻ, അമ്മ സൃഷ്ടിയാൻ, രവിശങ്കർ സൃഷ്ടിയാൻ, ഉള്ളാളനങ്ങൾ സൃഷ്ടിയാൻ, മൊയ്തീൻ ശൈഖ് സൃഷ്ടിയാൻ, മുഹമ്മദ് നബി സൃഷ്ടിയാൻ. വഹും യുഖ്ലഖൂൻ, അവരൊക്കെ സൃഷ്ടികളാണ്, സൃഷ്ടാവല്ല. പ്രാർത്ഥിക്കപ്പെടാനുള്ള അനുവാദം ആർക്കേ ഉള്ളൂ? ആരോടേ ഉള്ളൂ? സൃഷ്ടാവിനോട്. ഇസ്ലാമിന്റെ കൺസെപ്റ്റ് അതാ. ദൈവവിശ്വാസത്തിൽ മരിക്കുന്നവരെ ആരാധിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു. എന്ത് പറഞ്ഞു? ഇജ്ലിസ് യാ ഉമർ, ഉമർ ഇജ്ലിസ്, ഇജ്ലിസ് യാ ഉമർ, ഉമറേ ഇരിക്കൂ. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഉമർ, ആരെങ്കിലും മൻ കാന യഅബുദു മുഹമ്മദൻ ഖദ് മാത, ആരെങ്കിലും മുഹമ്മദ് നബിയെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഖദ് മാത, അദ്ദേഹം മരിച്ചു. ഉണ്ടോ? പുട്ടപ്പുറത്തിയിൽ ഇത് പറയാൻ ബുദ്ധിജീവികൾ ഉണ്ടായില്ല, രാഷ്ട്രനായകന്മാരുണ്ടായില്ല, അനുചരന്മാരുണ്ടായില്ല. ആരെങ്കിലും സായിബാബയെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഖദ് മാത എന്ന് പറയാൻ ഒരാളുണ്ടായില്ല. ഇവിടെ ഇതാ ഇസ്ലാമിന്റെ പ്രത്യേകത അതാണ്. ഇതാ നിങ്ങളിൽ ആരെങ്കിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഖദ് മാത, അല്ല മൻ കാന യഅബുദുല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഹയ്യുൻ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്തവൻ. അതാണ് ക്വാളിറ്റി. ഇസ്ലാം അവതരിപ്പിച്ച പടച്ചവന്റെ ക്വാളിറ്റി അതാ. നിങ്ങൾ നോക്ക്, ആദം അലൈഹിസ്സലാം ആരോട് പ്രാർത്ഥിച്ചു? റബ്ബിനോട്. നൂഹ് നബി ആരോട് പ്രാർത്ഥിച്ചു? അതേ റബ്ബിനോട്. ആദം നബി ഏതൊരു ദൈവത്തോട് പ്രാർത്ഥിച്ചുവോ ആ ദൈവത്തോട് 950 വർഷവും പ്രാർത്ഥിച്ചു. അതിനിടയിൽ 9.5 നൂറ്റാണ്ട് ജീവിച്ചിട്ട് നൂഹ് നബിക്ക് 9.5 ദൈവങ്ങളോട് പ്രാർത്ഥിക്കേണ്ടി വന്നില്ല. ഒരേ പടച്ചവനോട് ആദം അലൈഹിസ്സലാം ഏതൊരു റബ്ബിനോട് പ്രാർത്ഥിച്ചുവോ 9.5 നൂറ്റാണ്ട് നൂഹ് നബി ആ റബ്ബിനോടാ പ്രാർത്ഥിച്ചത്. ആ നൂഹ് നബി പ്രാർത്ഥിച്ച റബ്ബിനോടാ ഇദ്രീസ് നബി പ്രാർത്ഥിച്ചത്. ആ ഇദ്രീസ് നബി പ്രാർത്ഥിച്ചതിനോടാണ് ഹൂദ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്. അമ്പിയാക്കളും മുഴുക്കെ ആദം അലൈഹിസ്സലാം മുതൽ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള സഹസ്രാബ്ദങ്ങളുടെ ഗേപ്പുള്ള പ്രവാചകന്മാർ ഒരേ ഒരു ദൈവത്തെ വിളിച്ചു. 100 കൊല്ലത്തിനിടയിൽ ഒരു ദൈവം മരിച്ചുപോയില്ല. 200 കൊല്ലത്തിനിടയിൽ 4 ദൈവങ്ങൾ മരിച്ചുപോയില്ല. ഒരേ ഒരു ദൈവത്തെ ലോകത്തെ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ്, ഈ ലോകത്തെ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ ഉള്ള പടച്ചതമ്പുരാന് അദ്വിതീയനായ, അനുപമനായ, അപ്രാപ്യനായ, പ്രപഞ്ചാതീതനായ, പരമകാരുണ്യകനായ പടച്ചതമ്പുരാനെയാണ് അമ്പിയാക്കൾ പ്രാർത്ഥിച്ചത്. ഇല്ല. പത്രത്തിലൊരു വാർത്ത ഒരിക്കലും വരില്ല. ഏത് വാർത്ത? മുസ്ലിങ്ങൾ ആരാധിച്ച അല്ലാഹു സീരിയസ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു എന്നൊരു വാർത്ത ഇല്ല. അങ്ങനെ ഒരു ദൈവത്തെ നാം ആരാധിക്കുന്നില്ല. മുസ്ലിങ്ങൾ വിലപിച്ചു ഓടി കരഞ്ഞ് ഞങ്ങളുടെ ദൈവം ഇതാ ഏതാനും നിമിഷം കൊണ്ട് മരിക്കാൻ പോകുന്നു എന്ന ദുഃഖം ദൈവത്തെ ആരാധിക്കുന്നവർ ജീവിക്കുകയും ദൈവം മരിച്ചു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം ഇസ്ലാമിനില്ല. അത്ഭുതകരമായ കാര്യമാണിത്. ഇതൊരത്ഭുതമാണ്, ഇതൊരാശ്ചര്യമാണ്. ഇത് ലോകത്ത് ഒരൊറ്റ മനുഷ്യന്റെ മുമ്പിലും മൂടിവെക്കേണ്ട സിദ്ധാന്തമല്ല. ഭാസ്കരേട്ടനെ മുസ്ലിമായ ബഷീർ കണ്ടുമുട്ടുമ്പോ ഭാസ്കരേട്ടന് ചോദിക്കേണ്ടി വരില്ല, ബഷീറെ നിങ്ങൾ അല്ലാഹു ഹോസ്പിറ്റലില് വെന്റിലേറ്ററിൽ കിടക്കുന്നു എന്ന് കേട്ടു? ഇല്ല, നഊദുബില്ലാ, സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ ഒരു അവസ്ഥ പഠിച്ചവനുണ്ടോ? ഉണ്ടോ? അതൊരു അപാരമായ പോയിന്റാണ്. മുസ്ലിങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത് മരിച്ചു പോകുന്ന ദൈവത്തിലേക്കല്ല, ജീവിച്ചിരിക്കുന്ന എന്നെന്നും എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ആശ്ചര്യകരമായ ഒരു പോയിന്റ് പറഞ്ഞോട്ടെ. ഞാനൊരു കാർ ഡ്രൈവ് ചെയ്തു എന്ന് വിചാരിച്ചോളൂ. എനിക്ക് സൈലന്റ് അറ്റാക്ക് ഉണ്ടായി, ഞാൻ മരിച്ചു. സ്വാഭാവികമായും എന്റെ കാറ് എവിടെങ്കിലും ചെന്നിട്ട് കൊക്കയിലും മറിയും, അല്ലെങ്കിൽ തൊട്ടടുത്ത വാഹനത്തിലിടിക്കും, അല്ലെങ്കിൽ തൊട്ടടുത്ത മതിലിലിടിക്കും. ആ വാഹനം നിശ്ചലമാകും. കാരണം ആ വാഹനത്തെ ഞാനായിരുന്നു കൺട്രോൾ ചെയ്തത്. ഞാൻ മരിക്കുന്നതിനോടുകൂടി ആ വാഹനം എന്ത് ചെയ്യും? കൺട്രോൾ എന്ന അവസ്ഥയിൽ നിന്ന് മാറി അത് എവിടെയെങ്കിലും ചെന്ന് അവസാനിക്കും. ഞാൻ ഓർത്തതില്ല, സായിബാബയുടെ നിയന്ത്രണത്തിൽ ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു വകുപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം മരിക്കുന്നതോടുകൂടി ആ വകുപ്പ് നിശ്ചലമാകുമായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ചോദിച്ചത്, അല്ല എന്നെന്നും ജീവിച്ചിരിക്കുന്ന എല്ലാം നിയന്ത്രിക്കുന്ന അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം,
ലാ തഖുദുഹു സിനതും വലാ നൗം. കണ്ടോ, എന്നെന്നും ജീവിക്കുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന സൂര്യന്റെ സംരക്ഷണം, സൂര്യന്റെ നിയന്ത്രണം സായിബാബയുടെ പരിധിയിലായിരുന്നുവെങ്കിൽ സായിബാബ മരിക്കുന്നതോടെ സൂര്യൻ നിശ്ചലമാകുമായിരുന്നു. അതുണ്ടായില്ല. ചന്ദ്രന്റെ നിലാവലകൾ സായിബാബയുടെ കൺട്രോളിലായിരുന്നുവെങ്കിൽ ചന്ദ്രന്റെ നിലാവലകൾ അവസാനിക്കേണ്ടി വരുമായിരുന്നു. രാവും പകലും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നുവെങ്കിൽ അത് നിശ്ചലമാകുമായിരുന്നു. യേശുക്രിസ്തുവിന്റെ നിയന്ത്രണത്തിലല്ല, മുഹമ്മദ് നബിയുടെ നിയന്ത്രണത്തിലല്ല, മൊയ്തീൻ ശൈഖിന്റെ നിയന്ത്രണത്തിലല്ല, സായിബാബയുടെ നിയന്ത്രണത്തിലല്ല, അമ്പയുടെ നിയന്ത്രണത്തിലല്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ 41-ാമത്തെ അധ്യായം സൂറത്തുൽ ഫുസ്സിലത്ത് ഹാമീം സജദ അതിന്റെ 37-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ കേട്ടോളൂ. വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാറു വശംസു വൽഖമറു ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽഖമർ വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുന്ന ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. കണ്ടോ, വല്ലാത്തൊരു വാക്ക്. രാവിനെ പടച്ചവൻ അല്ലാഹ്, പകലിനെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹ്. വിശുദ്ധ ഖുർആൻ പറയും, സൂര്യനെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹ്, ചന്ദ്രനെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹ്. അതുകൊണ്ട് ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽഖമർ. കണ്ടോ, അതുകൊണ്ട് സൂര്യന്റെ മുമ്പിൽ നിങ്ങൾ സുജൂദ് ചെയ്യരുത്. സൂര്യനെ സൃഷ്ടിച്ചവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുക. രാവ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്, പകല് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. നിങ്ങൾ നോക്കൂ, ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിലാണ് ദേവകിയുടെ 8ാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിക്കുന്നത്. ഒരു ചിങ്ങമാസം, അതിന്റെ അർദ്ധരാത്രിയിൽ. അത് പറഞ്ഞാൽ ആ രാത്രി പിറന്ന് അർദ്ധരാത്രി വരെ ആ രാത്രിയെ പ്രയാണം ചെയ്യിച്ച ശക്തി ശ്രീകൃഷ്ണനല്ല എന്നർത്ഥം. വേറെ ആരോ അത് കൺട്രോൾ ചെയ്തു എന്നർത്ഥം. ആ കൺട്രോൾ ചെയ്തവൻ ഇനി ഏറ്റവും ലളിതമായി വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്ന മാനവ മോചന സങ്കല്പത്തിലെ ഏറ്റവും പ്രധാനമായ കാര്യം ഏകദൈവ വിശ്വാസമാണ്. അത് മാത്രമാണ് മനുഷ്യനെ മോചിപ്പിക്കുക. ബഹുദൈവത്വം മനുഷ്യനെ മോചിപ്പിക്കില്ല, ഇല്ല. ചരിത്രം നിങ്ങൾ പരിശോധിച്ചോ, ബഹുദൈവ വിശ്വാസം മനുഷ്യ ജീവിതത്തെ മുച്ചൂടും നന്നാക്കുകയില്ല. ഞാൻ ഉദാഹരണം പറയാം. നൂറ്റാണ്ടുകളായി ബഹുദൈവ വിശ്വാസം നിലനിന്ന ഒരു നാടാണല്ലോ ഇന്ത്യ, അല്ലേ? മദ്യപാനം എന്ന് പറയുന്ന തിന്മ ഇന്ത്യയിൽ നിന്ന് എപ്പോഴെങ്കിലും അപ്രത്യക്ഷമായിട്ടുണ്ടോ? നൂറ്റാണ്ടുകളുടെ, സഹസ്രാബ്ദങ്ങളുടെ. എന്തുകൊണ്ടാ? നേരെ മറിച്ച് ഏകദൈവ ആരാധന ഉൾക്കൊണ്ട ഒരു സൊസൈറ്റിയിലെ മദ്യം പൂർണ്ണമായി ഇല്ലാതാകൂ. എന്താ തെളിവ്? പ്രവാചകൻ വരുന്നതിന് മുമ്പുള്ള ചരിത്രം, പ്രവാചകന് ശേഷമുള്ള ചരിത്രം, അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. മദ്യം പൂർണ്ണമായി ഉപേക്ഷിച്ച മുഴുവൻ മെമ്പർമാരുമുള്ള ഒരു രാഷ്ട്രം, അത് ഇസ്ലാമിന് മാത്രം സാധിച്ച പ്രത്യേകതയാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞതാണ്, ഏകദൈവ വിശ്വാസവും പരലോകബോധവുമാണ് അറബ് ജനതയെ പരിവർത്തിപ്പിച്ചത് എന്നുള്ള കാര്യം. അറബ് ജനതയെ ഇപ്പൊ നിങ്ങൾ നോക്ക്, എടാ അല്ലാഹു ഉണ്ട്, അവൻ നിന്നെ കാണുന്നുണ്ട്, അവൻ നിന്നെ സൃഷ്ടിക്കും, അവൻ നിന്നെ രക്ഷിക്കും, നിന്റെ നന്മകളെ അവൻ തൂക്കിക്കണക്കാക്കും, അതുകൊണ്ട് നീ തെറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നന്നാവാനുള്ള സാധ്യതയുണ്ട്. നേരെ മനുഷ്യന് നിരീശ്വരവാദി ഇതുപോലൊരു സദസ്സിനെ വിളിച്ചു പറയാൻ, പടച്ചോനില്ല, മതമില്ല, നന്മയില്ല, എങ്ങനെയും ജീവിക്കാം എന്ന് പറഞ്ഞ ഒരു സൊസൈറ്റി നന്നാവോ? യുക്തിവാദം കൊണ്ടൊരു സൊസൈറ്റി നന്നാവോ? നിരീശ്വരവാദം കൊണ്ടൊരു സൊസൈറ്റി നന്നാവോ? നന്നായ ചരിത്രമുണ്ടോ? അതിന് നന്നാക്കാൻ കഴിയുമോ? അവിടെയാണ് ഏകദൈവാരാധനയുടെ ഇസ്ലാമിന്റെ പ്രസക്തി. ഇസ്ലാം അമ്പിയാക്കളെ ആരാധിക്കാൻ പറഞ്ഞില്ല, ഇസ്ലാം ഔലിയാക്കളെ ആരാധിക്കാൻ പറഞ്ഞില്ല. പ്രവാചകന്മാർ സാക്ഷാൽ പടച്ചതമ്പുരാനോട് പ്രാർത്ഥിച്ചു. നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, മനുഷ്യരെ മുഴുവനും സൃഷ്ടിച്ച ഏകനായ ദൈവം, ഹിന്ദുവിനെ, മുസ്ലിമിനെ, ക്രിസ്ത്യാനിയെ, ജൈനനെ, ബൗദ്ധനെ, മതമുള്ളവരെ, ഇല്ലാത്തവരെയെല്ലാം ഏകകോശ ജീവിയായ ഹമീബ മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമിംഗലത്തവരെ സൃഷ്ടിച്ച പടച്ചതമ്പുരാൻ സകല കൃമികീടങ്ങളെയും ഈ വെളിച്ചത്തിൽ, ഈ ഇതിന്റെ വെട്ടത്തിൽ ചെറിയ ചെറിയ പ്രാണികളെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം, അതിനെ സംവിധാനിച്ച പടച്ചതമ്പുരാൻ. അങ്ങനെ ലോകത്തിന്റെ സൃഷ്ടാവിനെ ആരാധിക്കണമെന്നാണ് ഒന്നാമതായി ലോകത്തോട് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അല്ലദീ, വിശുദ്ധ ഖുർആൻ പറയുന്നു, പടച്ചതമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിച്ചു, എന്നിട്ടോ അവന്റെ കണ്ണിന്റെ കെട്ടുനോട്ടത്തെ അവൻ അറിയുന്നു.
അവന്റെ ഹൃദയത്തിലെ വിചാരവികാരങ്ങളെ അവൻ അറിയുന്നു. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അവന്റെ ജീവനാഡിയെക്കാളും അടുത്ത സിട്ടാവ്, അവന്റെ കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്നവൻ, അവന്റെ ഹൃദയത്തിലെ ചിന്തകളെ, ആന്തോളനങ്ങളെ അറിയുന്നവൻ. ഈ ബോധം 50-ാം അധ്യായം 16-ാമത്തെ വചനം. ഈ ബോധം മനുഷ്യനെ നന്നാക്കുന്നു. ഞാൻ മദ്യപിക്കില്ല, എന്റെ റബ്ബെന്നെ കാണുന്നുണ്ട്. ഞാൻ വ്യഭിചരിക്കില്ല, എന്റെ റബ്ബെന്നെ കാണുന്നുണ്ട്. ഞാൻ അക്രമം ചെയ്യില്ല, എന്റെ റബ്ബെന്നെ കാണുന്നുണ്ട്. മോളെ, പാലിൽ വെള്ളം ചേർക്കും. മാനവ വിമോചനത്തിന്റെ ഖുർആനിക സിദ്ധാന്തമാണ് ഞാൻ പറയുന്നത്. മോളെ, പാലിൽ വെള്ളം ചേർക്ക്. ഉമ്മ പറയുകയാണ്, 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏകാത്മീയ സാമ്രാജ്യത്തെയും ഭരിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണകാലഘട്ടം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് ഓഗസ്റ്റ് 14 അർദ്ധരാത്രി മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ കൈകളിൽ നിന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സസന്തോഷമേറ്റുവാങ്ങുമ്പോൾ ആ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഉമറിനെ പോലെയുള്ള ആളുകളാണ് ഭരിക്കേണ്ടത് എന്ന് മഹാത്മാഗാന്ധി വെറുതെ പറഞ്ഞതല്ല. പഠിച്ച് മനസ്സിലാക്കി ചിന്തിച്ച് ഉൾക്കൊണ്ട് ചരിത്രബോധം ഉൾക്കൊണ്ട് ഉമർ നടത്തിയ ഭരണത്തിന് പച്ച സർട്ടിഫിക്കറ്റ് നൽകിയ മഹാത്മാഗാന്ധി ചുമ്മാ പറഞ്ഞതല്ല. ക്ലീൻ ഇമേജ് ഉള്ള ഒരു ഭരണകൂടം രാത്രിയിൽ സഞ്ചരിക്കുകയാണ്. ഒരു ചെറ്റക്കുടിലിൽ ഉമ്മ പറയുന്നു, മോളെ, പാലിൽ വെള്ളം ചേർക്ക്. ഇല്ല ഉമ്മ, പാലിൽ വെള്ളം ചേർക്കുകയില്ല. ഉമറിന്റെ വിളിയാളമുണ്ട്, അതൊരു സാമൂഹ്യ തിന്മയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ പ്രഭാഷണത്തിൽ പോലും പാലിൽ വെള്ളം ചേർക്കരുത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ചെയ്യില്ല ഞാൻ. ഉമ്മ ചോദിക്കുന്ന ചോദ്യം, മോളെ, ഉമർ കാണാനോ ഇവിടെ ഉണ്ടോ? ഉമർ ഇത് കാണുന്നുണ്ടോ? ഉമറിന്റെ പട്ടാളം ഇതറിയുന്നുണ്ടോ? ആരും അറിയുന്നില്ല മോളെ. ആ കുട്ടിയുടെ ചോദ്യം, ഉമ്മയോട് ചെറിയ കുട്ടിയുടെ ചോദ്യം, ആ ബീജത്തിൽ പിറന്ന മകളുടെ ചോദ്യം. പ്രായവ്യത്യാസമില്ല പടച്ചവനെ മനസ്സിലാക്കുന്നിടത്ത്. പ്രായമുള്ളവരെക്കാൾ കുറഞ്ഞവർ മനസ്സിലാക്കും, കുറഞ്ഞവരെക്കാൾ കൂടുതൽ മനസ്സിലാക്കും. ഇങ്ങനെ ആ കുട്ടിയുടെ ചോദ്യം, ഉമ്മ ശരിയാണ്, ഉമറിന്റെ പട്ടാളമില്ല, ഉമർ കാണുന്നുണ്ടാവില്ല. പക്ഷേ ഉമ്മ എന്നെയും നിങ്ങളെയും ഉമറിനെയും പട്ടാളത്തെയും ലോകത്തെയും സൃഷ്ടിച്ച പടച്ചതമ്പുരാന്റെ ആ കാഴ്ചയിൽ നിന്ന്, അവൻ കാണുന്നു എന്നതിൽ നിന്ന് ഈ പ്രവൃത്തി മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കുമോ ഉമ്മ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. വീടിന്റെ പിന്നാമ്പുറത്ത് പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാൻ ഇറങ്ങിയ ക്ഷേമതൽപരതയുള്ള ജനസേവകനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഈ കുട്ടിയെ കുറിച്ചുള്ള ചിന്ത ഉണരുകയാണ്. ആ വീടിന് മാർക്കടയാളപ്പെടുത്തുകയാണ്. പിറ്റേന്ന് സുബഹി കഴിഞ്ഞ് സ്വന്തം മകനെ ആസിം റളിയല്ലാഹു വിളിച്ചിട്ട്, മോനെ, പ്രത്യക്ഷമായും പരോക്ഷമായും അള്ളാഹുവിനെ പേടിക്കുന്ന ഒരു കുട്ടിയെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരട്ടെയോ? ആ മകൻ പറയുന്നു, അതെ. 20 ഭൗതിക സാമ്രാജ്യങ്ങളെ ഭരിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാജകൊട്ടാരങ്ങളിൽ നിന്നല്ല പെൺകുട്ടിയെ മരുമകളായി എടുത്തത്. പാൽക്കാരി പെൺകുട്ടിയെ ചെറ്റക്കുടിലിലെ അള്ളാഹിനെ പേടിക്കുന്നു എന്ന ക്വാളിറ്റിയുള്ള, അതുകൊണ്ട് തന്നെ ഭർത്താവിന്റെ ഭാവത്തിൽ അവളുടെ ശരീരം മറ്റൊരു പുരുഷനോട് പങ്കുവെക്കുകയില്ല. ഒരു തുള്ളി പാലിൽ ഒരു തുള്ളി വെള്ളം ചേർക്കാത്ത മൂല്യവത്തായ ഒരു വിശ്വാസം. പ്രിയപ്പെട്ടവരെ, ഹൈന്ദവ ക്രൈസ്തവ ദർശനങ്ങൾക്ക് ഇവിധം ഒരു മനുഷ്യ കുഞ്ഞിനെ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിച്ചിട്ടില്ല. മനുഷ്യനിർമ്മിതമായ പ്രത്യയശാസ്ത്രങ്ങൾക്ക് ഇങ്ങനെ ഒരു മനുഷ്യ കുഞ്ഞിനെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേ, ആട്ടുതൊട്ടിലിരുന്ന് പാതിരാത്രിയുടെ കാളരാത്രിയിൽ മന്ദമാരുതനടിച്ചു വീശി ശരീരത്തിന്റെ രോമകൂപങ്ങളിൽ വൈകാരികതയുടെ മുളപൊട്ടിയ പശ്ചാത്തലത്തിൽ ആ പെണ്ണ് പാടുകയാണ്. എത്ര ദൈർഘ്യമേറിയ രാത്രി! എന്റെ ഭർത്താവ് പട്ടാളത്തിലാണ്, എന്റെ ഭർത്താവ് പട്ടാളത്തിലാണ്. ഒരു പുരുഷനെ എന്റെ ആട്ടുതൊട്ടിൽ വിളിച്ചു വരുത്തി എന്റെ ശരീരത്തിന്റെ ചൂട് എനിക്ക് തീർക്കാമായിരുന്നു. പക്ഷേ പടച്ചവനെ ചുറ്റും കറുത്ത് തമോമയമായി ഇരുൾമുറ്റും ഇരവിനിൽ ഏകാകിയാണു ഞാൻ. പക്ഷേ നാഥ, എന്റെ ഉറക്കെനിക്ക് കെട്ടുപോവുകയാണ്. പക്ഷേ നിന്നെ ഭയപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ എന്റെ ബെഡ്റൂമിലേക്ക് എന്റെ ഭർത്താവിന്റെ ഭാവത്തിൽ ഞാൻ കൊണ്ടുവരുമായിരുന്നു ഈ ഒരു വിശ്വാസം, ദൈവവിശ്വാസത്തിനല്ലാതെ. അതുകൊണ്ടാണ് വിശ്വപ്രസിദ്ധനായ വോൾട്ടയർ
ഇസ്ലാമിനെയും പ്രവാചകനെയും നഖശികാന്തം എതിർത്ത വോൾട്ടയർ ഒരിക്കൽ പറയുന്നുണ്ട്, എന്റെ പാൽക്കാരൻ ഒരു ദൈവവിശ്വാസിയായത് ഞാൻ എത്ര ധന്യനാണ് എന്ന് നിങ്ങൾക്കറിയാമോ? പാലിലവൻ വെള്ളം ചേർക്കുകയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പടച്ചവൻ എന്നെ കാണുന്നു, എന്നെ അറിയുന്നു, എന്റെ വാക്കുകൾ അവൻ കേൾക്കുന്നു, എല്ലാം രേഖപ്പെടുത്തുന്നു, എന്നെ അവൻ ബോധിപ്പിക്കും. അതുകൊണ്ട് ഞാൻ കൺട്രോൾ ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന വിശ്വാസമാണ് ഇസ്ലാം മനുഷ്യനെ നന്നാക്കിയത്. മാനവ വിമോചനത്തിന്റെ സാധ്യതകളെ ഇസ്ലാം രൂപപ്പെടുത്തിയെടുത്തത് ഇவ்விதമാണ്. ഇത് വല്ലാത്തൊരു വിപ്ലവമാണ്. നിങ്ങൾക്കറിയുമോ, ലോകത്ത് മെസൊപ്പൊട്ടോമിയൻ സാമ്രാജ്യങ്ങൾ, ഈജിപ്ഷ്യൻ സാമ്രാജ്യങ്ങൾ, എത്രയെത്ര സംസ്കാരങ്ങൾ, ബാബിലോണിയൻ സംസ്കാരങ്ങൾ, ഇൻഡസ് വാലി സിവിലൈസേഷൻ, അനവധി സംസ്കാരങ്ങൾ നാമ്പെടുക്കുകയും വളരുകയും തളരുകയും ചെയ്ത ലോകഘടനയിൽ മുഴുവൻ മെമ്പർമാരും വ്യഭിചരിക്കാത്ത, മദ്യപിക്കാത്ത, തിന്മകൾക്ക് വിധേയമാവാത്ത, കച്ചവടത്തിൽ തൂക്കത്തിലും അളവിലും കൃത്രിമം കാണിക്കാത്ത, പടച്ചവനെ പേടിക്കുന്ന, നന്മ വിളയുന്ന, തിന്മയില്ലാത്ത, നീതിക്കധിഷ്ഠിതമായ ഒരു രാജ്യത്തെ രൂപപ്പെടുത്താൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ലാതെ ലോകത്തൊരു പ്രവാചകന് സാധിച്ചിട്ടില്ല, ഒരു പരിഷ്കർത്താവിന് സാധിച്ചിട്ടില്ല, ഒരു ചിന്തകന് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബരംഗത്ത് വരുത്തിയ സംസ്കാരം, വൈയക്തിക രംഗത്ത് വരുത്തിയ സംസ്കാരം, സംസാരത്തിൽ പോലും വരുത്തിയ വിശുദ്ധ ഖുർആനിൽ 4 സ്ഥലങ്ങളിലാണ് എങ്ങനെ ഭൂമിയിലൂടെ നടക്കണമെന്ന് പഠിപ്പിച്ചത്, എങ്ങനെ ഡ്രസ് ചെയ്യണമെന്ന്, എങ്ങനെ സംസാരിക്കണമെന്ന്, എങ്ങനെ നോക്കണമെന്ന്. പെണ്ണിന്റെ മുഖത്ത് നോക്കാൻ പാടുണ്ടോ ഇല്ലയോ? ഒരു പുരുഷന്, ഒരു സ്ത്രീക്ക് പുരുഷന്റെ മുഖത്ത് നോക്കുന്നത് എത്ര കണ്ട് ശരിയാണ്? സൗന്ദര്യത്തെ നുകർന്നെടുക്കുന്നത് എത്ര കണ്ട് ശരിയാണ്? അങ്ങനെ നടക്കാനും ഇരിക്കാനും കിടക്കാനും ഭക്ഷിക്കാനും മീശ വെട്ടി ഒതുക്കാനും താടി നീട്ടാനും വസ്ത്രം ധരിക്കാനും എന്ന് വേണ്ട ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലെ മാർഗം കാണിച്ച ഒരു വേദഗ്രന്ഥം. നോക്കൂ, ഇന്നഹാദൽ ഖുർആന യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം. ഈ ഗ്രന്ഥം വിശുദ്ധ ഖുർആനിന്റെ അവകാശവാദമാണ്. ഇതൊരു മനുഷ്യന് സാധിക്കില്ല. ഈ രചനയെപ്പോലെ മാനവതയെ ഏറ്റവും നല്ല റൂട്ടിലേക്ക് നയിക്കാൻ ഒരു ഗ്രന്ഥമില്ലെന്ന് അല്ലാഹു അവകാശപ്പെടുകയാണ്. മുഹമ്മദ് നബിക്ക് അവകാശപ്പെടാൻ കഴിയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തേതെങ്കിലും ഒരു രചന, ഈ രചനയേക്കാൾ ഒരു രചന ഇനി ലോകത്തുണ്ടാവുകയില്ല എന്ന് അവകാശപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സാഹിത്യകാരന്റെ രചന, ഏതെങ്കിലും ഒരു ചിന്തകന്റെ രചന, ഏതെങ്കിലും ഒരു ധാർമ്മിക വിപ്ലവകാരിയുടെ രചന, ഈ രചനയെ വെല്ലുന്ന ഒരു രചന ഇനി ലോകത്തുണ്ടാവില്ല എന്ന് അവകാശപ്പെട്ടിട്ടുണ്ടോ? ഖുർആനല്ലാതെ. അങ്ങനെ സാധിക്കണമെങ്കിൽ 1400 വർഷങ്ങൾ പിന്നിട്ടിട്ട് റോമൻ പേർഷ്യൻ സാമ്രാജ്യങ്ങളെ പിടിച്ചുകൊടുക്കുകയും കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ പടിവാതിൽക്കലെത്തി മനുഷ്യന്റെ മനസ്സിലേക്ക് ആറ്റം ബോംബ് കണക്കെ ഇടിച്ചു കയറിയ വിശുദ്ധ ഖുർആനിനെ അധർമ്മത്തിന്റെ കൂട്ടക്കൊത്തരങ്ങളിലേക്ക് വീണുപോയ ശിർക്കിന്റെ കരാളാസങ്ങളിൽ മുങ്ങിക്കുടിച്ച ഒരു ജനപദത്തെ തൗഹീദിന്റെ പുതിയ ലോകത്തേക്ക് നയിച്ച ദൈവീക ഗ്രന്ഥം അത് കയ്യിലേന്തിയവർ മുസ്ലിമീങ്ങൾ, അത് തിരിഞ്ഞു നോക്കാത്തവർ. വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. റസൂല് പരാതി പറയും. എന്ത് പരാതി പറയും? എന്തുവാ പരാതി? എന്റെ ഉമ്മത്ത് ഖുർആനിനെ അഗണ്യകോടിയിലേക്ക് തള്ളിക്കളഞ്ഞു. ഖുർആൻ വായിച്ചില്ല, ഖുർആൻ പഠിച്ചില്ല, ഖുർആൻ നെഞ്ചകത്തെത്തിയില്ല, ഖുർആൻ ജീവൽ ഗന്ധിയാക്കി മാറ്റിയില്ല, ഖുർആനിനെ മോഡറേറ്ററായിട്ട് സ്വീകരിച്ചില്ല. കച്ചവടം എങ്ങനെ നടത്തണം? 83-ാം അധ്യായം പറഞ്ഞു. കച്ചവടം എങ്ങനെ നടത്തണം? 83-ാം അധ്യായം പറഞ്ഞു. കച്ചവടം എങ്ങനെ നടത്തണം? 55-ാം അധ്യായം പറഞ്ഞു. കച്ചവടം എങ്ങനെ നടത്തണം? 11-ാം അധ്യായം പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ കച്ചവടം എങ്ങനെ, സമ്പത്ത് സമ്പാദിക്കേണ്ടതെങ്ങനെ, ചെലവഴിക്കേണ്ടതെങ്ങനെ എല്ലാം പറഞ്ഞു തന്നു. അതിനനുസരിച്ച് ജീവിച്ച ഒരാൾക്കും ദുഃഖിക്കേണ്ടി വന്നില്ല. പരീക്ഷയിലും മുങ്ങി ലോകം തലകുത്തനെ വീണപ്പോ, ആഗോള അടിസ്ഥാനത്തിൽ സാമ്പത്തിക ക്രൈസിസ് നേരിട്ടപ്പോ തല ഉയർത്തി നിൽക്കാൻ ഒരേ ഒരു രാജ്യത്തിന് സാധിച്ചു. ഖുർആനിനെ ഉൾക്കൊണ്ട, ഖുർആനിനെ അംഗീകരിച്ച സൗദി അറേബ്യ. മുസ്ലിങ്ങൾ ജീവിക്കുന്ന അറബ് രാജ്യങ്ങളൊക്കെ തലകുത്തനെ വീണു. കാരണം അവർ യൂറോപ്യൻ രാജ്യങ്ങളെ അനുകരിച്ചവരാണ്. ലോകത്തേതേത് സമ്പന്ന അറബ് രാജ്യങ്ങളും ഖുർആനിനെ നേർക്കുനേരെ ഫോളോ ചെയ്തവരല്ല. എക്കണോമിക്കൽ ക്രൈസിസ്
തൊട്ടു നോക്കാത്ത രാജ്യം സൗദി അറേബ്യ. പലിശയുമായി ബന്ധപ്പെട്ടാൽ പിശാച് ബാധ ഏറ്റു വീണവനെ പോലെ നിങ്ങൾ വീണുപോകുമെന്ന് 2-ാം അധ്യായം 278-ാമത്തെ വചനത്തിൽ പറഞ്ഞു. അത് കേട്ടാൽ, അത് ചിന്തിച്ചാൽ, അത് മനസ്സിലാക്കിയാൽ അന്യന്റെ അവകാശത്തെ കവർന്നെടുത്ത് തിന്ന് പള്ള വീർപ്പിച്ച് ജീവിക്കുന്നവരെ വിശുദ്ധ ഖുർആൻ നഖശികാന്തം എതിർത്തു. സ്ത്രീയുടെ സൗന്ദര്യം വിറ്റ് വിൽപ്പന ചരക്കാക്കുന്ന ആധുനിക കമ്പോള സംസ്കാരത്തിന്റെ പുതിയ എച്ചിൽ സമീപനങ്ങളെ അതിശക്തമായി ഖുർആൻ എതിർത്തു.